കണ്ണൂർ മാഹി ബൈപ്പാസിനെ ചൊല്ലിയുള്ള അവകാശവാദങ്ങൾ മലബാറിൽ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലും പ്രധാന ചർച്ചാ വിഷയം ബൈപ്പാസ് തന്നെ. ക്രെഡിറ്റ് അവകാശപ്പെട്ട് 3 മുന്നണികളും രംഗത്തുണ്ട്. ഒരു റോഡ് 3 മുന്നണി 3 അവകാശവാദങ്ങൾ. ആറ്റിങ്ങൽ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തിയ പാർലമെന്റ് അംഗമാണ് അടൂർ പ്രകാശ്. ആ ദേശീയപാതകൾ മുഴുവൻ നിർമ്മിക്കുന്നത് ഇടതുപക്ഷമോ കോൺഗ്രസോ അല്ല, അത് മുഴുവൻ നിർമ്മിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ഈ 2 സ്ഥാനാർത്ഥികളും പറയുന്നത് അസത്യമാണ്. ഈ 3 പേർക്കും ബൈപ്പാസ് ഒരു വജ്രായുധമാണ്, പ്രത്യേകിച്ച് വികസനം പ്രധാന ചർച്ചാ വിഷയമാകുമ്പോൾ. ദേശീയപാതകളുടെ നിർമ്മാണത്തിൻ്റെ സ്ഥലമെടുപ്പിൻ്റെ 25% സംസ്ഥാന സർക്കാർ വഹിക്കുന്നത്. അതിനുശേഷം ദേശീയപാതകളുടെ നിർമ്മാണം കഴിഞ്ഞാൽ വഴിയോരങ്ങളിൽ ഫ്ലക്സ് കെട്ടി ഞങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉത്തരം താങ്ങുന്ന പല്ലിയുടെ സ്വഭാവമാണ്. 5600 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കാൻ, നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തില്ലെങ്കിൽ ഈ പദ്ധതി എന്താവുമായിരുന്നു? ബൈപ്പാസ് എന്നൊരു സാധനം ഇല്ല. ഇത് നമ്മുടെ കാസർഗോഡിൻ്റെ അവിടം തൊട്ട് ഇങ്ങോട്ട് തുടങ്ങി തിരുവനന്തപുരം വരെ അവസാനിക്കുന്ന നാഷണൽ ഹൈവേ ആണ്. ബൈപ്പാസ് മാത്രമല്ല, നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയും ബൈപ്പാസും പണി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചത്. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ നിർമ്മാണം ഒരു സൈഡിൽ തകൃതിയായി നല്ല വടിപ്പായി നടക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ 3 മുന്നണികളും കൈപൊക്കുകയാണ്. ആറ്റിങ്ങൽ ടൗണിനെ ആ കുപ്പിക്കഴുത്തിൽ നിന്ന് പിടിച്ച് പുറത്തിടുന്നതിൽ ബൈപ്പാസിന് വലിയ പങ്കുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും. അവർ തന്നെ അതിനൊരു തീർപ്പുണ്ടാക്കട്ടെ. തിരുവനന്തപുരത്തു നിന്നും അജീഷ് ജയകുമാർ, 24.